ഇന്നത്തെ നമ്മുടെ ലെസൺ അഡ്വാൻസ്ഡ് ലെവലിലുള്ള ഒരു ഗ്രാമർ ലെസണാണ്. മസ്റ്റ്, ഹാവ് ടു ആൻഡ് ഷുഡ്. മസ്റ്റ് അതുപോലെ ഹാവ് ടു ഇത് രണ്ടും ഉപയോഗിക്കുന്നത് ഏകദേശമൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് എന്ന് ചിന്തിച്ചാൽ അത് തെറ്റാണ്. ഒബ്ലിഗേഷൻ സൂചിപ്പിക്കുന്നതിന്, ഒബ്ലിഗേഷൻ എന്നാൽ ബാധ്യത, ഒബ്ലിഗേഷൻ സൂചിപ്പിക്കുന്നതിന് നമുക്ക് മസ്റ്റ് അതുപോലെ തന്നെ ഹാവ് ടു ഉപയോഗിക്കാം. ചില സന്ദർഭങ്ങളിലൊക്കെ മസ്റ്റ് ആൻഡ് ഹാവ് ടു ഉപയോഗിച്ചാൽ ഓൾമോസ്റ്റ് സെയിം മീനിങ് തന്നെ കിട്ടും. പക്ഷേ എപ്പോഴും അങ്ങനെയല്ല. ഓൾമോസ്റ്റ് സെയിം മീനിങ് എന്ന് പറയുന്നത്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, യു മസ്റ്റ് ഡു യുവർ ഹോംവർക്ക്. നീ ഹോംവർക്ക് ചെയ്യണം. യു ഹാവ് ടു ഡു യുവർ ഹോംവർക്ക്. നീ ഹോംവർക്ക് ചെയ്യണം, ചെയ്യേണ്ടതുണ്ട് എന്നാണ്. അപ്പോൾ ഏകദേശം അതിൻ്റെ മീനിങ് സെയിം തന്നെയാണ്. പക്ഷേ എപ്പോഴും മസ്റ്റ് ഉപയോഗിക്കുമ്പോഴും ഹാവ് ടു ഉപയോഗിക്കുമ്പോഴും ഒരേ മീനിങ് അല്ല കിട്ടുന്നത്. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ലെസണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ ലെസൺ നമുക്ക് ഒരു 5 സെക്ഷൻസ് ആയിട്ട് തിരിക്കാം. ഫസ്റ്റ് വൺ, ഒബ്ലിഗേഷൻ ഇൻ ദ പ്രസൻറ്റ്. സെക്കൻഡ് വൺ, ഒബ്ലിഗേഷൻ ഇൻ ദ പാസ്റ്റ്. പിന്നെ പ്രോബബിലിറ്റി ഇൻ ദ പ്രസൻറ്റ്. പ്രോബബിലിറ്റി എന്നാൽ സാധ്യത. പ്രോബബിലിറ്റി ഇൻ ദ പാസ്റ്റ്. നമ്മൾ ഒരു ടോപ്പിക് കൂടി ഡിസ്കസ് ചെയ്യും, ഷുഡ്. പ്രസൻറ്റ് ടെൻസിൽ ഒബ്ലിഗേഷനെ സൂചിപ്പിക്കുന്നതിന് നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഹാവ് ടു ഉപയോഗിക്കാം. മസ്റ്റ് ഉപയോഗിക്കുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നിയമങ്ങളും വ്യവസ്ഥകളും ഇതുമായി ബന്ധപ്പെട്ട് ഒബ്ലിഗേഷൻസ് പറയുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, യു മസ്റ്റ് ചെക്ക് ഇൻ 40 minutes ബിഫോർ ദ ടൈം ഓഫ് ദ ഫ്ലൈറ്റ്. ഫ്ലൈറ്റിന് 40 minutes മുമ്പ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം എന്നാണ്. യു മസ്റ്റ് എന്നാണ് ഉപയോഗിച്ചത്. അതൊരു ബാധ്യതയാണ്. അത് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ അനുസരിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. അത് നമ്മുടെ ബാധ്യതയാണ്. അവിടെ നമ്മൾ യു മസ്റ്റ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. യു മസ്റ്റ് വെയർ എ മാസ്ക് അറ്റ് ഓൾ ടൈംസ് ഇൻ ദ എയ്റോപ്ലെയിൻ. എയ്റോപ്ലെയിനിൽ എല്ലാ സമയത്തും നമ്മൾ മാസ്ക് ധരിക്കണം. ഇവിടെയും മസ്റ്റാണ് ഉപയോഗിച്ചത്. ഇതും റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ ഭാഗം ആയിട്ടുള്ള ഒരു ബാധ്യതയാണ് നമുക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ടത് ഫോളോ ചെയ്യേണ്ടതാണ്. വളരെ ഫേം ആയിട്ടുള്ള ഒരു ഒബ്ലിഗേഷനാണത്. അതുകൊണ്ട് തന്നെ നമുക്കതിൽ നിന്ന് മാറി നിൽക്കാനാവില്ല. അവിടെ മസ്റ്റ് ഉപയോഗിക്കണം. ഇത് പോസിറ്റീവ് ഫോമിലാണ് നമ്മൾ മസ്റ്റ് ഉപയോഗിച്ചത്. ഇനി മസ്റ്റ് നെഗറ്റീവ് ഫോമിൽ ഉപയോഗിക്കാം. പക്ഷേ അപ്പോൾ അതിൻ്റെ മീനിങ് ഫോർബിഡൻ അല്ലെങ്കിൽ പ്രോഹിബിറ്റഡ്. എന്താണ് ഫോർബിഡൻ? അതായത് വിലക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ നിരോധിച്ചിരിക്കുന്നതാണ്, പ്രോഹിബിറ്റഡ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ മസ്റ്റിൻ്റെ നെഗറ്റീവ് ഫോം ഉപയോഗിക്കുന്നത്. മസ്റ്റിൻ്റെ നെഗറ്റീവ് ഫോം എന്ന് പറയുമ്പോൾ മസ്റ്റ് നോട്ട്. എക്സാമ്പിൾ നോക്കൂ, യു മസ്റ്റ് നോട്ട് സ്മോക്ക് ഇൻസൈഡ് ദ ബിൽഡിംഗ്. യു മസ്റ്റ് നോട്ട് സ്മോക്ക് ഇൻസൈഡ് ദ ബിൽഡിംഗ്. അപ്പോൾ ഇൻസൈഡ്, ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ പുകവലി നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് യു മസ്റ്റ് നോട്ട് സ്മോക്ക്, പുകവലിക്കാൻ പാടില്ല. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. യു മസ്റ്റ് നോട്ട് അറൈവ് ലേറ്റ്. നിങ്ങൾ ലേറ്റായിട്ട് വരാൻ പാടില്ല. അതും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ മസ്റ്റിൻ്റെ പോസിറ്റീവ് ഫോം, നെഗറ്റീവ് ഫോം ഒക്കെ ഒബ്ലിഗേഷനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി ഹാവ് ടു എങ്ങനെ പ്രസൻറ്റ് ടെൻസിൽ ഒബ്ലിഗേഷൻ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ ഈ ഹാവ് ടു ഉപയോഗിക്കുമ്പോൾ അതൊരിക്കലും റൂൾസ് ആൻഡ് റെഗുലേഷൻ്റെ ഭാഗം അല്ല. നോക്കൂ, എക്സാമ്പിൾ നോക്കൂ. യു ഹാവ് ടു പ്രാക്ടീസ് മ്യൂസിക് ബിക്കോസ് യു വാണ്ട് ടു ഇംപ്രൂവ്. നിങ്ങൾക്ക് മ്യൂസിക് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ്? ബിക്കോസ് യു വാണ്ട് ടു ഇംപ്രൂവ്. നിങ്ങൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇവിടെ അതൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻ്റെ ഭാഗമല്ല, നിയമങ്ങൾ അനുസരിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് യു വാണ്ട് ടു ഇംപ്രൂവ്, നിങ്ങളുടെ ആവശ്യമാണ്. ഇറ്റ് ഈസ് നെസസറി. അതൊരു ആവശ്യമാണ്, അല്ലെങ്കിൽ അതൊരു നെസസിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഹാവ് ടു ഉപയോഗിക്കാം. അപ്പോൾ ഒബ്ലിഗേഷൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു നെസസിറ്റിയുടെ ഭാഗമായിട്ടാണ്. മസ്റ്റ് ആണെങ്കിൽ അവിടെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ്റെ ഭാഗം ആണ്. വേറൊരു എക്സാമ്പിൾ, ഐ ഹാവ് ടു ഗോ ഏർലി ബിക്കോസ് ഐ ഹാവ് എ ലോട്ട് ടു ഡു. എനിക്ക് നേരത്തെ പോകണം. ബിക്കോസ് ഐ ഹാവ് എ ലോട്ട് ടു ഡു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവിടെ ഹാവ് ടു ഉപയോഗിച്ചു. ഇത് നമ്മുടെ ഒരു ആവശ്യമാണ്. ഇറ്റ് ഈസ് നെസസറി. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇനി ഹാവ് ടു നമുക്ക് നെഗറ്റീവ് ഫോമിൽ ഉപയോഗിക്കാം.
അപ്പോൾ അതിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആയിട്ട് മാറും. നമ്മൾ മസ്റ്റിൻ്റെ നെഗറ്റീവ് ഫോം മസ്റ്റ് നോട്ട് എന്ന് ഉപയോഗിച്ചപ്പോൾ അതിന് ഫോർബിഡൻ അല്ലെങ്കിൽ പ്രോഹിബിറ്റഡ് എന്ന ഒരു മീനിങ് അല്ലേ കിട്ടിയത്. പക്ഷേ ഇവിടെ ഹാവ് ടുവിൻ്റെ നെഗറ്റീവ് ഫോം എന്ന് പറയുമ്പോൾ ഡോണ്ട് ഹാവ് ടു അല്ലെങ്കിൽ ഡസൻറ്റ് ഹാവ് ടു എന്നൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ നെഗറ്റീവ് ഫോം ഉപയോഗിക്കുമ്പോൾ അത് ഒരു ഫോർബിഡൻ ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ പ്രോഹിബിറ്റഡ് ആയിട്ടുള്ള കാര്യം അല്ല. ഇറ്റ് ഈസ് നോട്ട് നെസസറി എന്ന മീനിങ് ആണ് വരുന്നത്. യു ക്യാൻ ഡു ഇറ്റ് ഇഫ് യു വാണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. ഇറ്റ്സ് നോട്ട് നെസസറി എന്നുള്ള മീനിങ് വരും. നോക്കൂ എക്സാമ്പിൾ. ആദ്യം നമുക്ക് മസ്റ്റ് നോട്ട് വെച്ചിട്ട് ഒരു സെൻറ്റൻസ് നോക്കാം. യു മസ്റ്റ് നോട്ട് ടേക്ക് ദ കീ വിത്ത് യു വെൻ യു ലീവ് ദ ഹോട്ടൽ. നിങ്ങൾ ഹോട്ടൽ വിട്ടു പോകുമ്പോൾ യു മസ്റ്റ് നോട്ട് ടേക്ക് ദ കീ വിത്ത് യു, നിങ്ങൾ കീ എടുക്കാൻ പാടില്ല, കീ എടുത്തുകൊണ്ട് പോകാൻ പാടില്ല എന്നാണ്. യു മസ്റ്റ് നോട്ട് ടേക്ക് ദ കീ വിത്ത് യു. അപ്പോൾ അതിനർത്ഥം അത് ഫോർബിഡൻ ആയിട്ടുള്ള കാര്യമാണ്, അത് അങ്ങനെ പാടില്ലാത്ത കാര്യമാണ് എന്നല്ലേ. പക്ഷേ ഹാവ് ടുവിൻ്റെ ഒരു നെഗറ്റീവ് ഫോം നമുക്കിവിടെ ഉപയോഗിച്ച് നോക്കാം. യു ഡോണ്ട് ഹാവ് ടു ടേക്ക് ദ കീ വിത്ത് യു വെൻ യു ലീവ് ദ ഹോട്ടൽ. യു ഡോണ്ട് ഹാവ് ടു ടേക്ക് ദ കീ വിത്ത് യു വെൻ യു ലീവ് ദ ഹോട്ടൽ. യു ഡോണ്ട് ഹാവ് ടു ടേക്ക് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ എടുക്കേണ്ട ആവശ്യം ഇല്ല എന്നല്ലേ. ഇഫ് യു വാണ്ട് യു ക്യാൻ ടേക്ക് എന്നാണ്, പക്ഷേ ഇറ്റ്സ് നോട്ട് നെസസറി. അപ്പോൾ മസ്റ്റ് നോട്ട് ഉപയോഗിക്കുമ്പോഴും ഡോണ്ട് ഹാവ് ടു എന്ന് ഉപയോഗിക്കുമ്പോഴും ഉള്ള വ്യത്യാസം മനസ്സിലായില്ലേ? വളരെ ഡിഫറൻ്റ് ആണ്. യു മസ്റ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫോർബിഡൻ. അതേസമയം യു ഡോണ്ട് ഹാവ് ടു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് നെസസറി. യു ക്യാൻ ഇഫ് യു വാണ്ട് എന്ന ഒരു മീനിങ് ആണ് അവിടെ. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിൽ എങ്ങനെയാണ് ഈ ഒബ്ലിഗേഷൻ എക്സ്പ്രസ് ചെയ്യാൻ ഇത് രണ്ടും ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മസ്റ്റ് എന്നത് നമുക്ക് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനൊരു പാസ്റ്റ് ടെൻസോ ഒരു ഫ്യൂച്ചർ ടെൻസോ ഒരു കണ്ടിന്യൂസ് ടെൻസോ ഒന്നും ഇല്ല. മസ്റ്റിൻ്റെ ഒരു പാസ്റ്റ് ടെൻസ് മസ്റ്റഡ് എന്നോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കുമ്പോൾ വിൽ മസ്റ്റ് എന്നോ ഒന്നും ഉപയോഗിക്കില്ല. പക്ഷേ നമുക്ക് ഒരു പാസ്റ്റ് ടെൻസ് ഒബ്ലിഗേഷൻ കാണിക്കുന്നതിന് ഉപയോഗിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കണം. അതും അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ, ഒരു ഇമാജിനറി സിറ്റുവേഷൻ, വുഡ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മസ്റ്റിന് ഒരു പാസ്റ്റ് ടെൻസോ ഫ്യൂച്ചർ ടെൻസോ ഇല്ല. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഹാവ് ടു എന്ന എക്സ്പ്രഷനിലെ ഹാവ് ഇതുമായിട്ട് ഒന്ന് സംയോജിപ്പിച്ചിട്ട് ഒന്ന് കോൺജുഗേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ ഐ വിൽ ഹാവ് ടു, ഐ വിൽ ഹാവ് ടു എന്ന് ഉപയോഗിക്കുക. പാസ്റ്റ് ടെൻസിലെ ഒബ്ലിഗേഷനാണ് സൂചിപ്പിക്കേണ്ടതെങ്കിൽ ഐ ഹാഡ് ടു എന്ന് ഉപയോഗിക്കുക. വി ഹാഡ് ടു ചെക്ക് ഇൻ 40 minutes ബിഫോർ ദ ടൈം ഓഫ് ദ ഫ്ലൈറ്റ്. വി ഹാഡ് ടു ഉപയോഗിച്ചു, അപ്പോൾ പാസ്റ്റ് ടെൻസ് ആയി. മസ്റ്റിന് പാസ്റ്റ് ടെൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അവിടെ അങ്ങനെ ഉപയോഗിക്കുന്നത്. ഇനി ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിലോ വി വിൽ ഹാവ് ടു വെയർ എ മാസ്ക് അറ്റ് ഓൾ ടൈംസ്. എല്ലാ സമയത്തും നമ്മൾ മാസ്ക് ധരിക്കേണ്ടി വരും. അത് ഫ്യൂച്ചർ ടെൻസിലെ ഒരു കാര്യമാണ്. ഇനി വുഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ പറയുമ്പോൾ ഇഫ് വി ഏൺഡ് മോർ മണി വി വുഡ് ഹാവ് ടു പേ മോർ ടാക്സസ്. കൂടുതൽ പൈസ ഏൺ ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വന്നേനെ. ഇനി ഹാവ് ടുയുടെ ഒരു നെഗറ്റീവ് ഫോം ഉപയോഗിക്കണമെങ്കിൽ ഒരു ഫ്യൂച്ചർ ടെൻസിൽ വോണ്ട് ഹാവ് ടു എന്ന് ഉപയോഗിക്കുക. വിൽ നോട്ട് ഹാവ് ടു, അപ്പോൾ വോണ്ട് ഹാവ് ടു ഉപയോഗിക്കാം. പാസ്റ്റ് ടെൻസിലെ ഒരു നെഗറ്റീവ് ഫോം വേണമെങ്കിൽ ഹാഡ് ടു എന്നതിനെ നമ്മൾ ഡിഡിൻറ്റ് ഹാവ് ടു എന്നാക്കി മാറ്റണം. ഐ ഡിഡിൻറ്റ് ഹാവ് ടു, ഐ വോണ്ട് ഹാവ് ടു എന്നിങ്ങനെ. ഫ്യൂച്ചർ ടെൻസിലാണെങ്കിൽ ഐ വോണ്ട് ഹാവ് ടു. പാസ്റ്റ് ടെൻസ് നെഗറ്റീവ് ഫോം ഐ ഡിഡിൻറ്റ് ഹാവ് ടു. പക്ഷേ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിന് ഫോർബിഡൻ അല്ലെങ്കിൽ നിരോധിച്ചിരിക്കുന്നു, അതല്ലെങ്കിൽ വിലക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു മീനിങ് അല്ല അവിടെ ഉള്ളത്. വി വിൽ ഹാവ് ടു വെയർ എ മാസ്ക് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇറ്റ്സ് കമ്പൽസറി, ഇറ്റ്സ് ആൻ ഒബ്ലിഗേഷൻ. വി വോണ്ട് ഹാവ് ടു വെയർ എ മാസ്ക് എന്ന് പറഞ്ഞാൽ യു ക്യാൻ വെയർ എ മാസ്ക് ഇഫ് യു വാണ്ട് ടു എന്നാണ് അതിൻ്റെ മീനിങ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ധരിക്കാം, ബട്ട് ഇറ്റ് ഈസ് നോട്ട് നെസസറി, അത് ആവശ്യമില്ല. ഇനി പലർക്കും വരുന്ന ഒരു മിസ്റ്റേക്കാണ് മസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ടു ഉപയോഗിക്കുക എന്നുള്ളത്. ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. മസ്റ്റ് കഴിഞ്ഞിട്ട് ബേസ് ഫോം ഓഫ് ദ വേർബ് ആണ് ഉപയോഗിക്കുന്നത്. മസ്റ്റ് പ്ലേ, മസ്റ്റ് സിങ്, മസ്റ്റ് റൺ, മസ്റ്റ് റൈറ്റ് എന്നൊക്കെ.
മസ്റ്റ് ടു എന്ന് ഉപയോഗിക്കാൻ പാടില്ല. ഇനി നമുക്ക് പ്രോബബിലിറ്റി ഇൻ ദ പ്രസൻറ്റ് ടെൻസ്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സംഭവിക്കാവുന്നത്, പ്രോബബിൾ ആയിട്ടുള്ളത്, സാധ്യതയുള്ളത് എന്നൊക്കെ. അവിടെ മസ്റ്റ് എങ്ങനെ ഉപയോഗിക്കും? ഇപ്പോൾ നമുക്ക് വളരെ 100% ഷുവറല്ല, പക്ഷേ സംഭവിക്കാൻ ഒരുപാട് സാധ്യത, വെരി 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 ലൈക്ലി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അത് 100% നമുക്ക് ഉറപ്പില്ല, എങ്കിലും അത് തന്നെയാണ് എന്ന് നമ്മളങ്ങോട്ട് ഉറപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മളങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ, ഫോർ എക്സാമ്പിൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ ഫോൺ ചെയ്യുന്നു. അപ്പോൾ എപ്പോൾ വിളിച്ചാലും അവൾ ഫോൺ എടുക്കുന്നതാണ്, ഒരിക്കലും ഫോൺ എടുക്കാതിരുന്നിട്ടില്ല. പക്ഷേ ഇന്ന് മോർണിംഗ് വിളിച്ചപ്പോൾ അവൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? അവൾ ഉറങ്ങുകയാകും. അങ്ങനെ തന്നെയാവും ഉണ്ടാവുക, പക്ഷെ നമുക്ക് ഉറപ്പില്ല അങ്ങനെയാണെന്ന്. പക്ഷേ എന്നും ഫോൺ എടുക്കുന്ന ആൾ ഇപ്പോൾ ഫോൺ എടുക്കാത്ത എന്താ? അവൾ ഉറങ്ങുക, അല്ലെങ്കിൽ അവൾ എന്തായാലും ഫോൺ എടുക്കും. അപ്പോൾ ഷീ മസ്റ്റ് ബി സ്ലീപ്പിംഗ്. 100% ഉറപ്പല്ല, എങ്കിലും അത് തന്നെയാണ് സംഭവിക്കാൻ സാധ്യത എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ അവിടെ മസ്റ്റ് ആണ് ഉപയോഗിച്ചത്. വേറൊരു എക്സാമ്പിൾ, ഞാനൊരു കമ്പനിയിലേക്ക് വിളിക്കുന്നു, ഒരു വലിയ കമ്പനി. ആ കമ്പനിയിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നത് വളരെ പ്രായമുള്ള ഒരു സ്ത്രീ, ബുദ്ധിമുട്ടോടുകൂടി സംസാരിക്കുന്ന ഒരു സ്ത്രീ. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഫോൺ നമ്പർ തെറ്റിയോ? ഫോൺ നമ്പർ തെറ്റിയിട്ടുണ്ടാവും ഇല്ലേ? അങ്ങനെ വിചാരിക്കില്ലേ? ഐ മസ്റ്റ് ഹാവ് ദ റോങ് നമ്പർ, എൻ്റെ കയ്യിലുള്ള നമ്പർ റോങ് നമ്പർ ആയിരിക്കും എന്ന്. ഐ മസ്റ്റ് ഹാവ് ദ റോങ് നമ്പർ. ഇനി അതിൻ്റെ ഒരു നെഗറ്റീവ് ഫോം ആണെങ്കിലോ, ഐ മസ്റ്റ്ൻ്റ് ഹാവ് ദ റൈറ്റ് നമ്പർ. ഇത് റൈറ്റ് നമ്പർ ആകില്ല, പക്ഷേ എനിക്ക് 100% ഉറപ്പല്ല ഇത് ഒരു റോങ് നമ്പർ ആണ് എന്ന കാര്യത്തിൽ. എന്നാലും ഞാൻ സംശയിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാം. ആ സംഭവിക്കാവുന്ന ഒരു പ്രോബബിലിറ്റി ഉണ്ടല്ലോ, അത് വളരെ ഹയർ ലെവൽ ഓഫ് പ്രോബബിലിറ്റിയാണ്. ഞാൻ എന്തായാലും തെറ്റിയിട്ടുണ്ട്, കാരണം അല്ലെങ്കിൽ ഒരു ഓൾഡായിട്ടുള്ള ഒരു ലേഡി ഫോൺ എടുക്കേണ്ട കാര്യമില്ലല്ലോ, വലിയ കമ്പനിയല്ലേ, അങ്ങനെ നമ്മൾ ചിന്തിക്കില്ലേ? എന്തായാലും നമ്പർ തെറ്റിയിട്ടുണ്ടാവും. ഐ മസ്റ്റ് ഹാവ് ദ റോങ് നമ്പർ. എൻ്റെ കയ്യിലുള്ളത്, എനിക്കുള്ളത് റോങ് നമ്പർ ആകും. മസ്റ്റാണ് അവിടെ ഉപയോഗിച്ചത്. അത് ഒരു 99% നമ്മളതങ്ങോട്ട് ഉറപ്പിക്കുകയാണ് തെറ്റിയിട്ടുണ്ടാവുമെന്ന്. ഐ മസ്റ്റ് ഹാവ് ദ റോങ് നമ്പർ, ഐ മസ്റ്റ്ൻ്റ് ഹാവ് ദ റൈറ്റ് നമ്പർ. ഇവിടെ നമുക്ക് ഹാവ് ടു ഉപയോഗിക്കാം പ്രോബബിലിറ്റി കാണിക്കുന്നതിന്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ നമ്പർ എനിക്ക് കിട്ടിയത് ഞാൻ ഒരുപാട് ചെക്ക് ചെയ്തിട്ടാണ്. ഞാൻ ബിസിനസ് കാർഡ് ചെക്ക് ചെയ്തു, വെബ്സൈറ്റിൽ ചെക്ക് ചെയ്തു, അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ നമ്പർ ട്രൈ ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ടു ബി ദ റൈറ്റ് നമ്പർ. ഇത് തന്നെ ആവണം കറക്റ്റായിട്ടുള്ള നമ്പർ. ഇറ്റ് ഹാസ് ടു ബി ദ റൈറ്റ് നമ്പർ. അപ്പോൾ ഹാസ് ടു ഉപയോഗിച്ചത് ഇറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് പ്രോബബിലിറ്റി ഇൻ ദ പാസ്റ്റ്. നമുക്ക് ഈ സെയിം എക്സാമ്പിൾസ് തന്നെ നോക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് പ്രസൻറ്റിൽ എങ്ങനെയാണ് ഉപയോഗിച്ചത്, പാസ്റ്റിൽ എങ്ങനെയാണ്, അതുമായിട്ടൊരു കമ്പാരിസൺ ആകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ പാസ്റ്റിൽ നമ്മൾ പ്രോബബിലിറ്റി യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്നാൽ സംഭവിക്കാവുന്നത് അല്ലെങ്കിൽ സാധ്യത, അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മസ്റ്റ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് കമ്പനിയിലേക്ക് വിളിച്ച ഒരു സിറ്റുവേഷൻ പറഞ്ഞില്ലേ, ആ കമ്പനി, ഇന്നലെ ഞാൻ കമ്പനിയിലേക്ക് പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും ഒരു ഓൾഡ് ലേഡിയാണ് ഫോൺ എടുത്തത്. എനിക്ക് തോന്നുന്നത് എന്താണ്? ഐ മസ്റ്റ് ഹാവ് ഹാഡ് എ റോങ് നമ്പർ, എ റോങ് ടെലിഫോൺ നമ്പർ. എനിക്കൊരു റോങ് ടെലിഫോൺ നമ്പർ ആവും ഉണ്ടായിരുന്നത് എൻ്റെ കയ്യിൽ. അതുകൊണ്ടാണ് ഐ മസ്റ്റ് ഹാവ് ഹാഡ് എ റോങ് ഫോൺ നമ്പർ. ഐ mustn't have had the right number. കറക്റ്റായ നമ്പർ ആവില്ല എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഒരു കുഞ്ഞ് ടോപ്പിക്ക് കൂടിയുണ്ട്, ഷുഡ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്? അഡ്വൈസ്. ഒരു നല്ല കാര്യം നമ്മൾ ഒരാളോട് പറയുന്നു, ഇതാണ് നല്ലത്, അല്ലെങ്കിൽ ഇതാണ് ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത്, ഇതാണ് ബെറ്റർ ഓപ്ഷൻ, ഇതാണ് നല്ല കാര്യം എന്നൊക്കെ നമ്മൾ ഒരാളെ അഡ്വൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഷുഡ് ഉപയോഗിക്കുന്നത്, അല്ലേ? യു ഷുഡ് ഡു എന്ന് പറഞ്ഞാൽ നിങ്ങളത് ചെയ്യണം, നിങ്ങൾ ചെയ്യണം. യു ഷുഡ് ഗോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകണം എന്നാണ്. അപ്പോൾ അതൊരു റെക്കമെൻഡേഷനാണ്, നമ്മൾ അഡ്വൈസ് ചെയ്യുകയാണ്. നമുക്ക് നല്ലത് എന്ന് തോന്നുന്നത് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നു. ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം. ജോണിൻ്റെ പേരൻസ് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തില്ല. ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണമായിരുന്നു, പക്ഷെ അറ്റൻഡ് ചെയ്തില്ല. ചെയ്യണം എന്ന് പറയുന്നത് ചെയ്യണമായിരുന്നു എന്ന് വേണ്ടേ? അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടത് ഷുഡ് ഹാവ് പ്ലസ്
പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് ആണ്. ജോണിൻ്റെ പേരൻസ് മീറ്റിങ്ങിന് വന്നില്ല, അത് കഴിഞ്ഞു പോയി, ആ കാര്യം വന്നില്ല എന്നതാണ് ഫാക്റ്റ്. പക്ഷേ മീറ്റിങ്ങിന് വരണമായിരുന്നു. ജോൺസ് പേരൻസ് ഷുഡ് ഹാവ് അറ്റൻഡഡ് ദ മീറ്റിംഗ്. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമായിരുന്നു എന്നായി. അറ്റൻഡഡ് എന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് അറ്റൻഡ് ആണ്. അറ്റൻഡ് എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് അറ്റൻഡ്. ഇതിന് പകരം പലർക്കും തെറ്റുപറ്റുന്നത് ജോൺസ് പേരൻസ് മസ്റ്റ് ഹാവ് അറ്റൻഡഡ് എന്നാണ് പറയുക. പക്ഷേ മസ്റ്റ് ഹാവ് അറ്റൻഡഡ് എന്ന് പറയുമ്പോൾ അതൊരു സ്പെക്കുലേഷനാണ്. ജോണിൻ്റെ പേരൻസ് മീറ്റിങ്ങിന് വന്നില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്പെക്കുലേറ്റ് ചെയ്യാം, എന്തായിരിക്കും കാരണം. ദേ മസ്റ്റ് ഹാവ് ബീൻ ബിസി, അവർ ബിസി ആയിരിക്കും എന്ന്. ദേ മസ്റ്റ് ഹാവ് ഹാഡ് സംതിങ് ബെറ്റർ ടു ഡു, അവർക്ക് ഇതിൽ നല്ല വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടാവും. അങ്ങനെ ഒരു പോസിബിലിറ്റി, അങ്ങനെ ഒരു പ്രോബബിലിറ്റി നമ്മൾ ചിന്തിക്കുകയാണ്. അവിടെയാണ് നമ്മൾ മസ്റ്റ് ഹാവ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞു പോയതാണെങ്കിൽ അങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് പറയുമ്പോൾ ഷുഡ് ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. ഷുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അഡ്വാൻസ്ഡ് ലെവൽ ഗ്രാമർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു.